തീർച്ചയായും നിതിൻ, അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്നൊരു വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഒരു തീർത്ഥാടകൻ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് നിതിൻ. തീർച്ചയായും ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അത്തരത്തിൽ ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ അയ്യപ്പ ഭക്തനാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ലഭ്യമായ വിവരമനുസരിച്ച് പുലർച്ചെ 5 മണിയോടുകൂടി അദ്ദേഹം ശരംകുത്തിക്ക് സമീപം കുഴഞ്ഞു വീഴുകയും തുടർന്ന് പമ്പ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും അദ്ദേഹം മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റ് നടപടികൾ അവിടെയാണ് പൂർത്തീകരിക്കുക. എന്തായാലും വരും വഴികളിൽ, പമ്പയിൽ നിന്ന് ഇവിടേക്ക് വരുന്ന വഴികളിലെല്ലാം തന്നെ ആവശ്യമായ മെഡിക്കൽ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ പലരും ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ശബരിമല സന്നിധാനത്ത് ഇത് സീസണുകളിൽ ഏറെ ക്ലേശകരമായ ഒരു കാര്യമാണ് മല കയറുക എന്നത്. ആ മല കയറുമ്പോൾ ഹൃദയാഘാത സാധ്യത വളരെ കൂടുതലാണ്. നിരന്തരമായ അവർക്ക് നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന ദുഃഖകരമായ സംഭവം കൂടി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും അതിനെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് അയ്യപ്പനെ കാണുക, കലിയുഗവരതനായ അയ്യപ്പനെ കാണുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് കിലോമീറ്ററുകൾ താണ്ടി കല്ലും മുള്ളും നിറഞ്ഞ കാനനപാതയിലൂടെ അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തർ ഇപ്പോഴും ഇടതടവില്ലാതെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭദ്ര. ശരി നിതിൻ, എന്തായാലും പതിവ് പോലെ തന്നെ സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് നിതിൻ പ്രഭാകരൻ സന്നിധാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ഒരുക്കിയിട്ടുള്ള ക്രമീകരണങ്ങൾ അത് അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അവർക്ക് അയ്യപ്പനെ കണ്ട് മടങ്ങാനുള്ള സൗകര്യങ്ങളേറെ ഉണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിതിൻ പ്രഭാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.